ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ 10ാമത്തെ വീഡിയോയാണ്. ന്യായാധിപന്മാർ 18ാം അധ്യായത്തിന്റെ 2ാം ഭാഗമാണ് ഈ വീഡിയോയിൽ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത്. ഇതിനു സമാന്തരമായി തന്നെ ദിവസം വാക്യങ്ങൾ കാണാതെ പഠിച്ചു പോകുന്നതിന് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. 1 മിനിറ്റിൽ 4 വാക്യം കാണാതെ പഠിക്കുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ആ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സാമീഡിയ പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ജനറൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ അംഗമാകുന്നതിന് ജോയിനിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ജോയിനിങ് ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താലും ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. 100 മോക്ക് ടെസ്റ്റുകളാണ് 6 മാസം കൊണ്ട് നടത്തുന്നത്. അതിൽ ഏതാനും മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. തുടർന്നുള്ള മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കണം എന്ന് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ നമ്പറിലേക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് ഗൂഗിൾ പേ ചെയ്യുക. അതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന നമ്പരും വാട്സപ്പിൽ അയച്ചു തരിക. 1ാമത്തെ ചോദ്യം, ആരാണ് പടിവാതിൽക്കൽ നിന്നിരുന്നത്? പടക്കോപ്പുകളണിഞ്ഞ 600 ദാൻകാർ. 2, എന്തണിഞ്ഞ 600 ദാൻകാരാണ് പടിവാതിൽക്കൽ നിന്നിരുന്നത്? പടക്കോപ്പുകൾ. 3, പടക്കോപ്പുകൾ അണിഞ്ഞ 600 ദാൻകാർ നിന്നിരുന്നത് എവിടെ? മിക്കായുടെ ഭവനത്തിന്റെ പടിവാതിൽക്കൽ. 4, ചാരവൃത്തി നടത്താൻ പോയ ആ 5 പേർ കടന്നു ചെന്ന് എടുത്തത് എന്തെല്ലാം? കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും. 5, കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തതാര്? ചാരവൃത്തി നടത്താൻ പോയ ആ 5 പേർ. 6, എന്തു നടത്താൻ പോയ ആ 5 പേരാണ് കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തത്? ചാരവൃത്തി. 7, ചാരവൃത്തി നടത്താൻ പോയിരുന്ന ആ 5 പേർ കടന്നു ചെന്ന് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നതാര്? പുരോഹിതൻ. 8, പുരോഹിതൻ ആരോടൊപ്പമാണ് പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നത്? ആയുധധാരികളായ 600 പേരോടൊപ്പം. 9, ആയുധധാരികളായ എത്ര പേരോടൊപ്പമാണ് പുരോഹിതൻ പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നത്? 600 പേരോടൊപ്പം. 10, അവർ മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആരാണ് ചോദിച്ചത്? പുരോഹിതൻ. 11, മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് പുരോഹിതൻ ചോദിച്ചു. ഇവിടെ പറയുന്ന അവർ ആര്? ചാരവൃത്തി നടത്താൻ പോയ ആ 5 പേർ. 12, ചാരവൃത്തി നടത്താൻ പോയ ആ 5 പേർ എന്തെടുത്തപ്പോഴാണ് പുരോഹിതൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചത്? മിക്കായുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ. 13, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെല്ലാം? മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക. ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത്? ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 14, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ച പുരോഹിതനോട് അവർ ആദ്യം പറയുന്നത് എന്ത്? മിണ്ടരുത്. 15, മിണ്ടരുത് എന്ന് പുരോഹിതനോട് പറഞ്ഞതിനെ തുടർന്ന് അവർ പറയുന്നത് എങ്ങനെ ഞങ്ങളോടൊപ്പം വരിക എന്നാണ്? വായ് പൊത്തി. 16, മിണ്ടരുത്, വായ് പൊത്തി ഞങ്ങളോടുകൂടെ വരിക, ഞങ്ങൾക്ക് ആരൊക്കെ ആയിരിക്കുക എന്നാണ് അവർ പുരോഹിതനോട് പറഞ്ഞത്? ഞങ്ങൾക്ക് പിതാവും പുരോഹിതനും. 17, ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമാകുക എന്ന് പറഞ്ഞതിനെ തുടർന്ന്
അവർ പുരോഹിതനോട് ചോദിക്കുന്ന ചോദ്യമെന്ത്? ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ഏതാണ് നിനക്ക് നല്ലത്? 18 ഇസ്രായേലിൽ എന്തിനെല്ലാം പുരോഹിതനായിരിക്കുന്നതോ നിനക്ക് നല്ലത് എന്നാണ് അവർ പുരോഹിതനോട് ചോദിക്കുന്നത്, ഒരു ഗോത്രത്തിനും വംശത്തിനും. 19 പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായത് എപ്പോൾ? ഒരുവന്റെ വീടിനു മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ഏതാണ് നിനക്ക് നല്ലത് എന്ന് അവരുടെ ചോദ്യം കേട്ടപ്പോൾ. 20 ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ഏതാണ് നിനക്ക് നല്ലത് എന്ന അവരുടെ ചോദ്യം കേട്ടപ്പോൾ പുരോഹിതനുണ്ടായ വികാരമെന്ത്? പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. 21 പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായപ്പോൾ അവൻ ചെയ്തതെന്ത്? അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് അവരോട് കൂടെ പോയി. 22 ഹൃദയം സന്തുഷ്ടമായ പുരോഹിതൻ എന്തെല്ലാം എടുത്താണ് അവരോടൊപ്പം പോയത്? എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും. 23 ഹൃദയം സന്തുഷ്ടമായ പുരോഹിതൻ മിക്കായുടെ ഭവനത്തിൽ നിന്ന് എടുത്തതായി പറയാത്ത വിഗ്രഹമേത്? വാർപ്പ് വിഗ്രഹം. 24 പുരോഹിതൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹവും എടുത്ത് ആരോടു കൂടെയാണ് പോയത്? അവരോട് കൂടെ, അതായത് ദാൻകാരോടുകൂടെ. 25 അവർ അവിടെ നിന്ന് തിരിഞ്ഞ് യാത്രയായതെങ്ങനെ? കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തി. 26 അവർ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും എന്തോടൊപ്പമാണ് മുന്നിൽ നിർത്തിയത്? വസ്തുവകകളോടൊപ്പം. 28 അവർ അവിടെ നിന്ന് തിരിഞ്ഞ് വസ്തുവകകളോടൊപ്പം മുമ്പിൽ നിർത്തി യാത്ര ചെയ്തത് എന്തിനെയെല്ലാം? കുട്ടികളെയും കന്നുകാലികളെയും. 28 അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക ആരെയെല്ലാം ഒന്നിച്ചു കൂട്ടിയാണ് ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത്? അയൽവാസികളെ. 29 മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറിയത് എപ്പോൾ? അവർ കുറെ ദൂരം ചെന്നപ്പോൾ. 30 അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ആരെ പിന്തുടർന്നാണ് അവരുടെ മുൻപിൽ കയറിയത്? ദാൻകാരെ. 31 അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിക്ക അയൽവാസികളെ ഒന്നിച്ചുകൂട്ടി ദാൻകാരെ പിന്തുടർന്ന് എന്തു ചെയ്തു? അവരുടെ മുൻപിൽ കയറി. 32 ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുൻപിൽ കയറി മിക്ക ചെയ്തതെന്ത്? ദാൻകാരുടെ നേരെ അട്ടഹസിച്ചു. 33 മിക്ക ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ അവർ മിക്കായോട് ചോദിച്ചതെന്ത്? ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റി? 34 ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റി? ആരോട് ചോദിച്ചു? ദാൻകാർ മിക്കായോട്. 35 ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റിയെന്ന് മിക്കായോട് അവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തെല്ലാം? ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി, എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്തു പറ്റി എന്ന് നിങ്ങൾ ചോദിക്കുന്നോ? 36 ഈ ആളുകളെയും കൂട്ടി വരാൻ നിനക്ക് എന്തു പറ്റിയെന്ന് ദാൻകാർ ചോദിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആരെ നിങ്ങൾ കൈവശമാക്കി എന്നാണ് മിക്ക പറയുന്നത്? ദേവന്മാരെ. 37 ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ എന്തു ചെയ്തു എന്നാണ് ദാൻകാരോട് മിക്ക പറഞ്ഞത്? കൈവശമാക്കി. 38 ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി, എൻ്റെ ആരെയും കൊണ്ടുപോകുന്നു എന്നാണ് മിക്ക പറയുന്നത്? പുരോഹിതനെയും. 39 ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി, എൻ്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. തുടർന്ന് അവൻ ചോദിക്കുന്ന ചോദ്യം എന്ത്? എന്താണ് എനിക്കിനി ശേഷിക്കുന്നത്? 40 എന്താണ് എനിക്കിനി ശേഷിക്കുന്നത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് അവൻ മിക്ക ചോദിക്കുന്ന അടുത്ത ചോദ്യമെന്ത്? എന്നിട്ടും എനിക്ക് എന്തു പറ്റി എന്ന് നിങ്ങൾ ചോദിക്കുന്നോ? 41 എന്നിട്ടും എനിക്ക് എന്തു പറ്റി എന്ന് നിങ്ങൾ ചോദിക്കുന്നോ എന്ന് ചോദിച്ച മിക്കായോട് ദാൻകാർ പറഞ്ഞ മറുപടി എന്ത്? മിണ്ടാതിരിക്കുക, വല്ലവരും
കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്നു വരാം. 42 മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് ആരെയെല്ലാം കൊന്നുകളഞ്ഞെന്നു വരാം എന്നാണ് പറയുന്നത്, നിന്നെയും കുടുംബത്തെയും. 43 മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നുകളഞ്ഞെന്നു വരാം. ഇങ്ങനെ പറഞ്ഞതിനെ തുടർന്ന് ദാൻകാർ ചെയ്തതെന്ത്? അവർ അവരുടെ വഴിക്ക് പോയി. 44 ആരാണ് അവരുടെ വഴിക്ക് പോയത്? ദാൻകാർ. 45 ദാൻകാർ അവരുടെ വഴിക്ക് പോയപ്പോൾ മിക്ക വീട്ടിലേക്ക് മടങ്ങാൻ കാരണമെന്ത്? തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് അവർ എന്ന് കണ്ടതുകൊണ്ട്. 46 തനിക്ക് എന്തു ചെയ്യാനാവാത്ത വിധം ശക്തരാണ് അവർ എന്നു കണ്ടാണ് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത്, ചെറുക്കാനാവാത്ത വിധം. 47 തനിക്ക് ചെറുക്കാനാവാത്ത വിധം ഡാഷ് എന്നുകണ്ട് മിക്ക വീട്ടിലേക്ക് മടങ്ങി. ന്യായാധിപന്മാർ 18:26 പ്രകാരം പൂരിപ്പിക്കുക, ശക്തരാണവർ. 48 തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തനാണ് അവർ എന്നുകണ്ട് ആരാണ് വീട്ടിലേക്ക് മടങ്ങിയത്? മിക്ക. 49 തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണ് അവർ എന്നുകണ്ട് മിക്ക എവിടേക്കാണ് മടങ്ങിയത്? വീട്ടിലേക്ക്. 50 ആരുണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി എന്നാണ് ന്യായാധിപന്മാർ 18:27 പറഞ്ഞിരിക്കുന്നത്, മിക്ക. 51 മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ ആരെയും കൂടെയാണ് അവർ കൊണ്ടുപോയത്? അവന്റെ പുരോഹിതനെയും. 52 മിക്കായുടെ പുരോഹിതനെ അവർ കൊണ്ടുപോയത് എന്തോടൊപ്പമാണ്? മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം. 53 മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും കൊണ്ടുപോയ ദാൻകാർ എവിടെയാണ് എത്തിയത്? ലായിഷിലെ ജനങ്ങളുടെ അടുത്ത്. 54 ലായിഷിലെ ജനങ്ങളുടെ പ്രത്യേകതയായി ന്യായാധിപന്മാർ 18:27 പറഞ്ഞിരിക്കുന്നത് എന്ത്? ശങ്കയില്ലാത്തവരും ശാന്തരും. 55 ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് എത്തിയതാര്? ദാൻകാർ. 56 ലായിഷിലെ ജനങ്ങളുടെ അടുത്തെത്തിയ ദാൻകാർ ചെയ്തത് എന്തെല്ലാം? അവരെ വാളിനിരയാക്കി, പട്ടണം തീവച്ച് നശിപ്പിച്ചു. 57 അവരെ ലായിഷിലെ ജനങ്ങളെ വാളിനിരയാക്കുകയും പട്ടണം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തതാര്? ദാൻകാർ. 58 ദാൻകാർ ലായിഷിലെ ജനങ്ങളെ വാളിനിരയാക്കുകയും പട്ടണം തീവച്ച് നശിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണമെന്ത്? അവർ സീദോനിൽ നിന്നും വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കമില്ലായിരുന്നു. 59 അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായും സമ്പർക്കം ഇല്ലായിരുന്നു. അതിനാൽ അവർക്ക് സംഭവിച്ചതെന്ത്? അവരെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. 60 അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. ആര്? ലായിഷിലെ ജനങ്ങൾ. 61 അവർക്ക് ആരുമായി സമ്പർക്കമില്ലായിരുന്നു. ആർക്ക്? ലായിഷിലെ ജനങ്ങൾക്ക്. 62 ലായിഷ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബദ്രഹോബിലുള്ള താഴ്വരയിൽ. 63 ബദ്രഹോബിലുള്ള താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നത് എന്ത്? ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കിപ്പണിത് അവിടെ താമസമാക്കി. ഏതു പട്ടണം? ലായിഷ്. 65 ലായിഷ് പുതുക്കിപ്പണിത് അവിടെ താമസമാക്കിയത് ആര്? ദാൻകാർ. 66 ദാൻകാർ എന്തു ചെയ്താണ് ലായിഷിൽ താമസമാക്കിയത്? പട്ടണം പുതുക്കിപ്പണിത്. 67 ദാൻകാർ തങ്ങൾ പുതുക്കിപ്പണിത പട്ടണത്തിന് നൽകിയത് ആരുടെ പേരാണ്? ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേര്. 68 ന്യായാധിപന്മാർ 18:29 ഇസ്രായേലിന്റെ മകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ദാനിനെ. 69 ദാൻകാരുടെ ഗോത്രപിതാവ് ആര്? ദാൻ. 70 ഇസ്രായേലിന്റെ മകനും ഞങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ അവർ ആ സ്ഥലത്തിനു നൽകി. ആ സ്ഥലത്തിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ലായിഷ്. 71 ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി. അവർ തങ്ങൾക്കായി അവിടെ സ്ഥാപിച്ചത് എന്ത്? കൊത്തുവിഗ്രഹം. 72 പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ
പുരോഹിതന്മാരായിരുന്നത് ആര്? മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും. 73 മോശയുടെ പുത്രനാര്? ഗർഷോം. 74 ഗർഷോമിന്റെ പിതാവാര്? മോശ. 75 ഗർഷോമിന്റെ പുത്രൻ ജോനാഥൻ. 76 ജോനാഥന്റെ പിതാവാര്? ഗർഷോം. 77 മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ഏതു ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു? ദാൻ ഗോത്രത്തിന്റെ. 78 ദാൻകാർ മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം എവിടെയാണ് സ്ഥാപിച്ചത്? ഷീലോയിൽ. 79 മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ഷീലോയിൽ പ്രതിഷ്ഠിച്ചത് എന്നുവരെ? ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം. 80 ആരുടെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലമാണ് മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്? ദൈവത്തിന്റെ. 81 ദൈവത്തിന്റെ ആലയം എവിടെയായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം ദാൻകാർ അവിടെ പ്രതിഷ്ഠിച്ചു? ഷീലോയിൽ. 82 ദൈവത്തിന്റെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം ദാൻകാർ അവിടെ പ്രതിഷ്ഠിച്ചത് എന്ത്? മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം. ഇങ്ങനെ 82 ചോദ്യങ്ങളാണ് ന്യായാധിപന്മാർ 18-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് വീഡിയോയുടെ തുടക്കത്തിൽ മോക്ക് ടെസ്റ്റുകളുടെ കാര്യം പറഞ്ഞിരുന്നു. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ, അതൊരു ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിനു ശേഷം അതേ നമ്പറിൽ തന്നെ ഫീസ് അടച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും പരീക്ഷ എഴുതുന്ന ആളുടെ പേരും ഫോൺ നമ്പരും വാട്സപ്പിൽ അയച്ചു തരേണ്ടതാണ്. തുടർന്ന് വരുന്ന എല്ലാ ദിവസവും 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നമുക്ക് 2025 ലോഗോസിന് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ മുഴുവൻ വീഡിയോസും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അതേ തുടർന്ന് വരുന്ന 5 മാസം കൊണ്ട് 4-5 ആവൃത്തി റിവിഷൻ നടത്തി നന്നായി പരീക്ഷ എഴുതാൻ, 2025 ലോഗോസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി എല്ലാവരും സാമീഡിയ ലോഗോസിനോടൊപ്പം ആയിരിക്കുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.